ഇത് തിരിച്ചുവരവിന്റെ ആദ്യത്തെ അധ്യായം. വനവാസം കഴിഞ്ഞു, ഇനി പട്ടാഭിഷേകമാണ്. ആ പട്ടാഭിഷേകത്തിലേക്കുള്ള ആദ്യത്തെ തുടക്കമാണ് ട്രെയിലർ ഓഫ് ബബ്ബബ്ബ. നമ്മൾ കാത്തിരുന്ന നിമിഷം സിനിമാ പ്രേമികൾ ഒന്നടങ്കം, അല്ലെങ്കിൽ ദിലീപ് എന്ന ജനപ്രിയ നായകന്റെ, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ എന്ന ആ ഒരു നമ്മുടെ ലാലേട്ടന്റെ എല്ലാ ആരാധകരും, സിനിമാ പ്രേമികൾ അടക്കം കാത്തിരുന്ന നിമിഷം, ആ ഒരു ദിവസം ഇന്നാണ്, അല്ലെങ്കിൽ ആ നിമിഷം എന്നാണ്. 1 മിനിറ്റ് 49 സെക്കൻഡ് ബബ്ബബ്ബ ട്രെയിലർ, പക്ക ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. ആൻഡ് ഇതിൽ നമ്മുടെ ലോഡ് റിയൽ OG ലാലേട്ടൻ്റെ മുഖം ഒബ്വിയസ്ലി ഉണ്ടാവും. മക്കളെ, സോ എക്സൈറ്റഡ്, കൂടുതൽ വാക്കുകളതില്ല, വെരി എക്സൈറ്റഡ്. സോ നമുക്ക് തുടങ്ങാം. ലെറ്റ്സ് ബിഗിൻ ദ മാഡ്നസ്. നമസ്കാരം. നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാം, കാരണം ഇപ്പൊ ഈ നാട്ടിൽ മുക്കിലും മൂലയിലും വരെ എന്റെ മുഖചിത്രമാണ്. നമ്മൾ ഒരാളുടെ തല പിടിച്ചതിന് ശേഷം നമ്മളിങ്ങനെ തണ്ണിമത്ത കെട്ടിയും പോലെ അയ്യോ, I will take you to the miraculous universe of the most wanted person you are searching for. ഇത് ഞാൻ കലക്കും. അഡ്വക്കേറ്റ് മുകുന്ദനും വീണ്ടും സന്ധിക്ക് പറയ്ക്കും വണക്കം എന്ന് സാധാരണക്കാരൻ. അതായത് സാധാരണക്കാരൻ അതിപ്പോ പറയാൻ കഴിയില്ല. ജനങ്ങൾ മുഴുവനും നിനക്ക് വേണ്ടി ആർപ്പുളിക്കണം. എല്ലാവരുടെയും കണ്ണുകളിൽ നീ മിന്നി മിന്നി ഇതവന്റെ ഒടുക്കത്തെ കളിയാ. ഇതോടെ അവന്റെ ഷോയ്ക്ക് ഞാൻ കാർസ്റ്റനിടും. അതായിരുന്നു ഞാൻ കാത്തിരുന്ന എന്റെ കടമയെ ചെയ്യും. അവനും അണ്ണനും ഒരുമിച്ച് ചെയ്ത കാര്യങ്ങൾ അതൊരൊന്നൊന്നര കാലമായിരുന്നു. മച്ചാനേ, എജ്ജാതിരാ இந்த நட போதுமா கொஞ்சம் வேணுமா? man ഇജാതി പെട സാധനം. ലൈക്ക് ഇതുവരെ തന്ന പോസ്റ്ററിലുണ്ടായ ഗൂസ് ബംസ്, ഇതുവരെ തന്ന ഗ്ലിംസിൽ അല്ലെങ്കിൽ ആ ഒരു ടീസറിൽ ഉണ്ടായതിനേക്കാളും ഒരു 100 ഇരട്ടി സാധനമാണ് ഈ ട്രെയിലറിൽ കൊടുത്തിരിക്കുന്നത്. ഈ ട്രെയിലറിൽ നമ്മളിപ്പോൾ കണ്ടത് ലൈക്ക് 1 മിനിറ്റ് 49 സെക്കൻഡ്. ഇതിൽ ലൈക്ക് ടീസറൊന്നും അല്ല, ഇതാണ് സാധനം. ടീസറിൽ കാണിച്ചിരിക്കുന്നൊന്നല്ല. ആൻഡ് ദിലീപ് ഏട്ടൻ തന്നെ ഒരുപാട് ലുക്ക് ആൻഡ് ആ ഗണ്ണ് പിടിച്ചിട്ടുള്ള ഷോട്ട്, കാര്യങ്ങൾ, ലുക്ക്, ഫൈറ്റ്, സോങ് ആൻഡ് BGM എല്ലാം അവസാനം. മക്കളെ, ദാറ്റ് എൻ്റെ അമ്മ, ഇനി വീണ്ടും 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 ഇത് കാണാൻ എനിക്ക് തോന്നുന്നു. ലൈക്ക് ദാറ്റ് ലുക്ക്, നമ്മൾ നേരത്തെ കണ്ട അതേ ലുക്ക്, ലൈക്ക് ഫാൻ മെയ്ഡ് പോസ്റ്ററൊക്കെ കണ്ടിട്ടുണ്ട്. സെയിം സാധനം ലാലേട്ടർ വന്ന് നിൽക്കുന്ന സമയത്ത് എൻ്റെ അമ്മ, ഇത് തിയേറ്റർ കുലുങ്ങും, ഇത് കുലുക്കും. എൻ്റെ അമ്മ, ഭൂകമ്പമായിരിക്കും മോനെ, ഭൂകമ്പം. എജ്ജാതി ലുക്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ലുക്കിലുണ്ട്. ആ ഒരു ബ്രദേഴ്സ് തന്നെയാണ്, ശരിക്കും ബ്രദേഴ്സ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. അതിൽ പറയുന്നുണ്ട്. സോ സെയിം ലുക്ക്, രണ്ടാളും കൂടി ഇല്ല. ഡാൻസ് സ്റ്റെപ്പെല്ലാം കണ്ടിട്ട്, ഡാൻസ് സ്റ്റെപ്പ് ഉണ്ട്, ഫൈറ്റ് ഉണ്ട്, പാട്ടുണ്ട്. ലൈക്ക് ഇത് പോതുമാ. ലൈക്ക് ലാലേട്ടൻ്റെ ലുക്ക് ലൈക്ക് എന്താ പറയുക, ലൈക്ക് ആ മീശ വിരിച്ചിട്ട് ക്ലീൻ ഷേവ് കുറേ കാലങ്ങളുടെ ട്രിം വേർഷനിൽ വരുന്നത്. എൻ്റെ അമ്മ, ഇത് കത്തിക്കും. എൻ്റെ അമ്മ, ഇത് ഭയങ്കരമായ ഒരു കത്തിക്കലായിരിക്കും. എൻ്റെ കുറേ ഇതിൽ ഡയലോഗ് തന്നെ കുറേ നമുക്ക് എന്താണ് കണക്റ്റ് ആക്കാവുന്ന, അത് ദിലീപ് ഏട്ടൻ്റെ ആ ഒരു ഇതിൽ വെച്ച് കണക്റ്റ് ആക്കാവുന്ന കുറേ ഡയലോഗുകളുണ്ട്. ഇത് ഞാൻ കത്തിക്കുന്നു പറയുന്നത്, എൻ്റെ ഒരു കംബാക്ക്, അങ്ങനെ കുറേ ഡയലോഗുകളുണ്ട്. ആൻഡ് ദേവൻ്റെ ഒരു ഡയലോഗ് ഉണ്ടല്ലേ, ഇതിപ്പം പറയാൻ പറ്റൂല, അത് മറ്റൊരു ട്രോളാണ്, മറ്റേ സിനിമയുടെ ഒരു ട്രോളാണ്. ആൻഡ് മക്കളെ, ഇത് ഉത്സവം ഡിസംബർ 18 നമ്മൾ കാണാൻ പോകുന്നത് ഒരു കംബാക്ക്, ഒരു തിരിച്ചുവരവാണ്. അതിശക്തമായ തിരിച്ചടികൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും അതിനേക്കാളും ശക്തമായ തിരിച്ചുവരവുകൾ ചെയ്യാൻ പറ്റുന്നത് ലെജൻസിന് മാത്രമാണ്. അതാണ് നമ്മൾ 18-ാം തീയതി തിയേറ്ററിൽ കാണാൻ പോകുന്നത്. ദിസ് വിൽ ബി എ ഹ്യൂജ് കംബാക്ക് ഓഫ് ജനപ്രിയ നായകൻ ദിലീപ് എന്ന് മാത്രമേ എനിക്ക് ഈ പേപ്പറിൽ പറയാനുള്ളൂ. അതിൻ്റെ കൂടെ നമ്മളെ ലാലേട്ടൻ്റെ കൂടെ കൈ പിടിച്ചുകൊണ്ടുള്ള വിരവ് വരുന്ന സമയത്ത് മക്കളെ, നിങ്ങൾ പറയും ക്യാമിയോ ആണ്, അതാണ് ഇതാണ് എന്നൊക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ലാലേട്ടൻ വരുന്നതോടുകൂടി അല്ലെങ്കിൽ ഇപ്പോൾ സിനിമയ്ക്ക് ഉണ്ടാവുന്ന ആ ഒരു ഹൈപ്പ്, അല്ലെങ്കിൽ ആ ഒരു, ഞാൻ എപ്പോഴും പറയുന്നില്ല, ലാലേട്ടൻ എന്നൊരു ബ്രാൻഡ് അത് വരുന്ന സമയത്ത് ഇത് സാധാരണമായ ഒരു പടമായിട്ട് ആൾക്കാർക്ക് കാണാൻ പറ്റില്ല.
അത് ദിലീപ് ഫാൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഏത് നടൻ്റെ ആയിക്കോട്ടെ അതിൽ ലാലേട്ടൻ്റെ പേരും കൂടി എഴുതി കാണിക്കുന്ന സമയത്ത് നൗ സീ ദ ഹൈപ്പ്. അല്ലെങ്കിൽ ഇതുവരെ ദിലീപേട്ടൻ്റെ സിനിമയിൽ കരിയറിൽ ഏറ്റവും ഹൈപ്പിൽ ഇറങ്ങാൻ പോകുന്ന സിനിമയാണ് ബബ്ബബ്ബ. അതേപോലെ തന്നെ തകർക്കും. ഒരു പോസിറ്റീവ്, ഞാൻ സ്ക്രിപ്റ്റിൻ്റെ കാര്യങ്ങൾ ഒബ്വിയസ്ലി നമ്മൾ എടുത്തു പറയണം, നല്ലൊരു പോസിറ്റീവ് സാധനം, ഒരു വെറൈറ്റി സാധനം, എൻ്റർടൈൻമെൻറ്റ് ദാറ്റ് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പാട്ടുകൾ ഒരു പാക്ക് ഓഫ് മസാല എൻ്റർടൈൻമെൻറ്റ് ദ മാഡ്നസ് വേൾഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഉറപ്പിച്ചോ മക്കളെ, ദിസ് വിൽ ബി എ ഹ്യൂജ് ഹിറ്റ്, ഹ്യൂജ് കംബാക്ക്, ദിസ് വിൽ ബി എ ഹ്യൂജ് മാഡ്നസ്, എന്താണ് എവർ ബ്ലോക്ക് ബസ്റ്റർ എന്ന് ഞാൻ പറയേണ്ടി വരും. ആ രീതിയിലാണ് മക്കൾ എഴുതി വെച്ചിട്ടുള്ളത്. ഒബ്വിയസ്ലി നമുക്ക് നോക്കാം, പോസിറ്റീവ് വരണം, പക്കാ വെയിറ്റിംഗ്. December 18 ടിക്കറ്റ് ബുക്ക് ചെയ്യുക, കാണുക. ആൻഡ് 2 ദ മഹാമേരുക്കളുടെ ആ ഒരു അഭിനയം, അല്ലെങ്കിൽ അവർ ഒരുമിച്ച് വരുമ്പോൾ ഉണ്ടാവുന്ന തിയേറ്ററിൽ ഉണ്ടാവുന്ന ഭൂകമ്പം, ഒന്നും പറയാനില്ല മക്കളെ. എക്സ്ട്രീംലി എക്സൈറ്റഡ് ഫോർ December 18 ബബ്ബബ്ബ, ദിലീപേട്ടൻ, ജനപ്രിയ നായകൻ ദിലീപിനും അതേപോലെ നമ്മുടെ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാലിനും വേണ്ടിയിട്ടുള്ള കഥരിപ്പാണ്. സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് വാച്ചിങ് ആൻഡ് റിമെമ്പർ ദ നെയിം ഗൈസ് ഇസ് ബാൽഡ് ആൻഡ് ബിയർഡ് റിയാക്ട്സ്.